ഇന്ന് നമുക്ക് റവ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം. നിങ്ങളിത് തയ്യാറാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാക്കും. അത്രക്കും ഒരു ടേസ്റ്റാണ്. ആവിയിൽ വേവിച്ചെടുക്കുകയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് മിക്സിയുടെ ജാറെടുത്ത് ഇതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. റവ വറുത്തതായാലും വറുക്കാത്തതായാലും ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് തൈരാണ്. ഞാനിവിടെ 1/2 കപ്പ് തൈരാണ് എടുക്കുന്നത്. നല്ല കട്ടി തൈര് എടുക്കണം. ഒരുപാട് പുളിയില്ലാത്ത 1/2 കപ്പ് കട്ടി തൈരാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ ഒരു തൈര് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചേർക്കേണ്ടത് തേങ്ങയാണ്. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങ കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതൊന്ന് അടിച്ചെടുക്കണം. ഒരുപാട് അങ്ങ് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2-3 തവണ ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. ഈ ഒരു തൈരും തേങ്ങയും അതേപോലെ റവയിലൊന്ന് മിക്സായി വന്നാൽ മാത്രം മതി. അപ്പോൾ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിങ്ങനെ അടിച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു തൈരും റവയും തേങ്ങയും നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ടാകും. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം കയ്യിൽ വെച്ച് ഉരുട്ടി ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഇതിനെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചുകൂടി ചെറുത് വേണമെങ്കിൽ ചെറുതാക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമുക്ക് മുഴുവൻ മാവും ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ മുഴുവൻ മാവും ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിനെ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സ്റ്റീമറിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്ക് തട്ട് വെച്ച് നമ്മൾ ഉരുട്ടി വെച്ച മാവ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നന്നായിട്ട് ആവി വന്നതിന് ശേഷം മാത്രം നമ്മൾ ഈ ഒരു മാവ് ഇതിലേക്ക് വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ആവി വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഉരുട്ടി വെച്ച മാവ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിനെ അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട. ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് നന്നായിട്ട് ഉൾഭാഗമെല്ലാം വെന്ത് വരും. ഇപ്പം നമ്മുടെ മാവ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് തണുത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയൊരു മസാല തയ്യാറാക്കണം. അപ്പം ഒരു പാൻ വെച്ച് പാനൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. ഈ കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മുഴുവൻ ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളടുത്ത് ഉഴുന്ന് പരിപ്പ് ഉണ്ടെങ്കിൽ ഉഴുന്ന് പരിപ്പ് തന്നെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഉഴുന്ന് കളർ മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ കടലപ്പരിപ്പ്. ഈ ഒരു കടലപ്പരിപ്പും ഉഴുന്നും നിങ്ങളടുത്ത് ഇല്ലെങ്കിൽ ചേർക്കേണ്ട, കടുക് മാത്രം ചേർത്താൽ മതി. ഉണ്ടെങ്കിൽ തീർച്ചയായും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് സവാളയാണ്. ഞാനിവിടെ ഒരു സവാള ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സവാള ഒന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളകാണ് ചേർക്കുന്നത്. ഈ ഒരു പച്ചമുളകിന് പകരം വറ്റൽമുളക് വേണമെങ്കിൽ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ചേർക്കുമ്പോൾ കുറച്ചുകൂടി എരിവുണ്ടാകും. അത്ര എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു പച്ചമുളകിന് പകരം വറ്റൽമുളക് ചേർത്താൽ മതി. ഈ ഒരു പച്ചമുളകും കറിവേപ്പിലയും ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു സവാളയും കറിവേപ്പിലയും പച്ചമുളകെല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയാണ് ചേർക്കുന്നത്. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. ഞാനിവിടെ 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചേർക്കുന്ന സമയത്ത് നല്ല എരിവ് വേണമെങ്കിൽ മാത്രം 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്താൽ മതി. അതല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയെല്ലാം ഈ ഒരു സവാളൻ്റെ ഒന്നിച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഈ ഒരു വേവിച്ച് വെച്ച ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കാം. ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 തക്കാളി ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു അടിച്ച് വെച്ച തക്കാളി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു തക്കാളി നന്നായിട്ട് വറ്റി മിക്സായി വരുന്നത് വരെ നമ്മളിതിനെ ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കാം.
ഇപ്പോൾ നമ്മുടെ തക്കാളിയിൽ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ വ്യത്യസ്തമായൊരു ടേസ്റ്റാണ് ഇതിന്. അതേപോലെ നിങ്ങളിത് തയ്യാറാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാകും. അപ്പം നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.